ദുഃഖമില്ലെങ്കിൽ പിന്നെ എന്തുവാണ് സുഖം? സുഖത്തിന്റെ കൂടെ ദുഃഖവുമുണ്ട്. തെക്കുണ്ടെങ്കിൽ വടക്കുണ്ട്, കിഴക്കുണ്ടെങ്കിൽ പടിഞ്ഞാറുണ്ട്, ശരിയുണ്ടെങ്കിൽ തെറ്റുണ്ട്. എന്തും രണ്ടാണ്, ദ്വന്ദ്വമാണ്. ഒന്നിച്ചല്ല, ഒറ്റയ്ക്കല്ല, ദ്വന്ദ്വമാണ്. രണ്ട് കൈ, രണ്ട് കണ്ണ്, അങ്ങനെ എല്ലാം നമ്മൾ എടുത്തു നോക്കൂ. ഒരു മൂക്കിനാണെങ്കിൽ രണ്ട് വശം, വായാണെങ്കിൽ രണ്ട് വശത്തോട്ട് തുറക്കണം. അപ്പോൾ എങ്ങനെ എടുത്തോളൂ, രണ്ട് എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, ദുഃഖം അറിഞ്ഞാലേ സുഖം അറിയാൻ പറ്റൂ. എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക? ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് പുതിയ ലോകം കാണുകയാണ്. അത് അതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ ലോകം കാണുന്നു, അതിന് സങ്കടം വരുന്നു. അപ്പോൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും തൊടുകയും ഒക്കെ ചെയ്യുന്ന, അതായത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുക, കേൾക്കുക, അനുഭവിക്കുക, സ്പർശിക്കുക, ഇങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ കൊണ്ടാണ് മനുഷ്യന് ദുഃഖമുണ്ടാകുന്നത്. അങ്ങനെ വിവിധങ്ങളായ കാര്യം കൊണ്ട് ദുഃഖം എന്ന വികാരം മനസ്സിലാക്കുന്നത് കൊണ്ടാണ് സന്തോഷമെന്ന വികാരത്തോട് അദമ്യമായ ആഗ്രഹം വരുന്നത്. അതുകൊണ്ടാണ് കയ്പുള്ളത് കൊണ്ടാണ് മധുരത്തോട് സ്നേഹം വരുന്നത്. സങ്കടം വരുന്നത് കൊണ്ടാണ് സന്തോഷത്തോട് ഇഷ്ടം വരുന്നത്. ദുഃഖമെന്ന വികാരമില്ലെങ്കിൽ നമ്മുടെ ഋഷ്യശൃംഗൻ ആദ്യമായി വൈശാലിയെ കണ്ടതുപോലിരിക്കും. സ്ത്രീയെ കണ്ടിട്ടില്ലാതെ, അതുവരെ കണ്ടിട്ടില്ലാത്ത വൈശാലി, കണ്ടിട്ടില്ലാത്ത സ്ത്രീകളെ കണ്ടിട്ടില്ലാത്ത ഋഷ്യശൃംഗൻ വൈശാലിയെ കണ്ടപ്പോൾ ഇതെന്ത് ഉൽപ്പന്നമാണെന്ന് പറഞ്ഞ് ശരീരത്തിലൊക്കെ ഇങ്ങനെ ഇടിച്ചൊക്കെ വരച്ചൊക്കെ നോക്കുന്നുണ്ട്, ഇതെന്താണ് വസ്തുവെന്ന്. അതുവരെ അനുഭവിച്ചിട്ടില്ല. പിന്നെ അതിനുശേഷം മനസ്സിലായി സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ദുഃഖം എന്ന് പറയുന്ന വികാരം മനുഷ്യൻ അറിഞ്ഞാൽ മാത്രമേ സന്തോഷമെന്ന വികാരം അറിയാൻ കഴിയൂ, സുഖമെന്ന വികാരം അറിയാൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് ദുഃഖത്തിൽ ദുഃഖിക്കാതിരിക്കുക. കാരണം ദുഃഖം കഴിഞ്ഞാൽ പിന്നെ സന്തോഷത്തിന് വരാതിരിക്കാൻ കഴിയില്ല. ഇത് വലിയൊരു ജീവിത തത്വമാണ്. നാം എപ്പോഴും ദുഃഖിച്ചിരിക്കുന്നു, ദുഃഖിച്ച് തന്നെ ഇരുന്നാൽ തീർച്ചയായിട്ടും സന്തോഷത്തിന് നമ്മെ കീഴ്പ്പെടുത്താൻ കഴിയില്ല, നമ്മോടൊപ്പം വരാൻ കഴിയില്ല. മനസ്സിൻ്റെ ഒരു വികാരമാണ് ദുഃഖവും സന്തോഷവും എല്ലാം, ആനന്ദവും എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഓരോ നിമിഷവും നാം ദുഃഖത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും മനസ്സിലാക്കുക, അതിൻ്റെ മറുവശം സന്തോഷമാണ്, ആനന്ദമാണ്. നാം പുറത്ത് പോയി നല്ലതുപോലെ വിയർത്ത് വരുന്ന ആളാണ് ഫാനിൻ്റെ സുഖം കൂടുതൽ അനുഭവിക്കാൻ കഴിയുക. നല്ലതുപോലെ വെള്ളം ദാഹിക്കുമ്പോഴാണ് വെള്ളം കുടിക്കുന്നതിൻ്റെ ആനന്ദം മനസ്സിലാക്കുക. നല്ലതുപോലെ വിശന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഭക്ഷണത്തിന് രുചിയേറുന്നത്. എത്ര മനോഹരമായ സത്യങ്ങളാണ് ഇതൊക്കെ, എത്ര മനോഹരമായ ചിന്തകളാണൊക്കെ. അപ്പോൾ നമുക്ക് ശരീരം കൂടുതൽ അശുദ്ധമാകുമ്പോഴാണ് കുളിക്കുമ്പോൾ, വൃത്തിയാകുമ്പോൾ, ശുചിയാകുമ്പോൾ വലിയ സന്തോഷം കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദുഃഖമെന്ന് പറയുന്നത് സുഖത്തോടൊപ്പമുള്ളതാണ്. ദുഃഖമുണ്ടെങ്കിലേ സുഖത്തിന് നിലനിൽപ്പുള്ളൂ, സുഖമുണ്ടെങ്കിലേ ദുഃഖത്തിന് നിലനിൽപ്പുള്ളൂ. ഇത് പാരസ്പര്യ ബന്ധമുള്ളതാണ്. ഒന്നുണ്ടെങ്കിലേ മറ്റതിന് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയണം. രാത്രി ഉണ്ടെങ്കിലേ പകലിന് പ്രസക്തിയുള്ളൂ, പകലുണ്ടെങ്കിലേ രാത്രിക്ക് പ്രസക്തിയുള്ളൂ, രാത്രി ഉണ്ടെങ്കിലേ ചന്ദ്രന് പ്രസക്തിയുള്ളൂ, പകലാവുമ്പോഴേ സൂര്യന് പ്രസക്തിയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട തത്വങ്ങളാണ്, കാര്യങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആത്മബോധമുള്ളവരാകുന്നത്, ആത്മജ്ഞാനമുള്ളവരാകുന്നത്, ആത്മീയത പഠിക്കുന്നത്. അത് കേവലം അമ്പലങ്ങളിലോ ചിന്തകളിലോ പുസ്തകങ്ങളിലോ മാത്രം ഇരിക്കുന്നതല്ല, പച്ചയായ ജീവിതമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് നാം തിരിച്ചറിയുക. ദുഃഖമെന്ന വികാരം അറിയുന്നിടത്ത് മാത്രമേ സുഖമെന്ന ആനന്ദത്തിനും സന്തോഷത്തിനും വലിയ ആഘോഷങ്ങൾ നടത്താൻ കഴിയുകയുള്ളൂ.